friends, welcome to Couples Kitchen. Couples Kitchen പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണ് വസ്തു ഉണ്ടാക്കിയത്? കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഉണ്ടാക്കിയത്? ഉണ്ടപ്പം അല്ലടാ, കളിയോടെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു 1.5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആരും എന്ത് ചെയ്യണം? ഓക്കെ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും മലയാളികളുടെ വികാരമായ ബീഫാണ്. ബീഫ് കറിയാണ്, ആര്യയുടെ സ്പെഷ്യൽ ബീഫ് കറി. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആരാണ് ഇന്ന് ഇൻഗ്രീഡിയൻസ് പറയാൻ പോകുന്നത്? വസു ആണോ? വസു അമ്മയാണോ? ശരി. ആര്യ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകവും കൂടെ ഞാൻ ചതയ്ക്കാൻ വേണ്ടി വെച്ചേക്കണേണ് ജാറിൽ. ഓക്കെ, ചതച്ചെടുക്കണം. ഓക്കെ. ഇത് ബീഫ് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഏകദേശം ഒരു 4 വിസിൽ. അടുത്തത് ഇത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുത്തത്. ശരി. ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, തക്കാളി, ഒരു തക്കാളി, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? അതിപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. ശരി. ഇനി ഞാൻ ഇതിനെ ഒന്ന് ചതച്ചെടുക്കും. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം എണ്ണയിലോട്ട് ഇടാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ആര്യയുടെ സ്പെഷ്യൽ ബീഫാണോ അതോ നോർമൽ ബീഫ് കറിയാണോ? ഇപ്പം നമ്മൾ ഈ പേസ്റ്റ് ഊത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ഞാൻ മിക്സിയിലിട്ട് ചതച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടും. ഓക്കെ, നമുക്ക് ആ സമയത്ത് വസുവിൻ്റെ ഒരു പാട്ട് കേൾക്കാം. വസു ഒരു പാട്ട് പാടിക്കോട്ടെ എല്ലാവർക്കും. ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആയി. പാടിക്കോ. രമ ടീച്ചറാ? അതാര്? പറഞ്ഞൂടെ എല്ലാവർക്കും. വസു ഇപ്പൊ എവിടെയാ പഠിക്കുന്നത്? LKG-യാ? എവിടെ? ഏത് ക്ലാസ്സാ? PP1. എവിടെ? പരീക്ഷ എന്നുണ്ട്? മൺഡേ എന്ന് പറയുമ്പോ നാളെയല്ലേ പരീക്ഷ? നാളെയല്ലേ പരീക്ഷ? നാളെ. നാളെടാ. ഓ, എന്തായി നമ്മുടെ ഉള്ളി വേവാണ്. നമുക്ക് ഇതിലോട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി അങ്ങനെ ഏകദേശം വരണ്ടിട്ടുണ്ട്. ഇനി ആരും അടുത്ത് എന്താണ്? നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആര്യ ലേശം എന്ന് പറയും, ഞാൻ കുറച്ചെന്ന് പറയും. ബ്രാഹ്മണ ഇല്ലാത്ത കുട്ടിയാ. അടുത്ത കാശ്മീരി ചില്ലി പൗഡർ. ഇത് നിറത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അടുത്ത മസാലപ്പൊടിയാണ്. ഇതിലോട്ട് ഒരു തക്കാളി, ഒരു ഫുൾ തക്കാളിയാണ്.
തക്കാളി വേകുമ്പോഴത്തേക്കും ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നോളും. ബീഫ് അങ്ങനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി വെച്ചിട്ടുണ്ട്, മരിച്ചീനി. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ കപ്പ എന്നായിരിക്കും പറയുന്നത്, നമ്മളവിടെ മരിച്ചീനി എന്ന് പറയും. അടുത്ത ഇനി എന്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മലയാളികളുടെ വികാരം ബീഫ്. ഇത് നമ്മൾ ബീഫ് വേവിച്ച തന്നെ വെള്ളമാണ്, ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പം ബീഫ് കറി ആയിട്ടിരിക്കും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇവിടെ എൻ്റെ മമ്മിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം, അല്ല കൂടുതൽ ചാറ് വേണം, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം നമ്മൾ വെച്ചത്. ഇതിനി വറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫും മരിച്ചിനി അങ്ങനെ റെഡിയായി. പുതിയൊരു ടെസ്റ്ററെ കിട്ടിയിട്ടുണ്ട്, അപ്പോസ്. ബീഫും കപ്പയെന്നാണ് പറഞ്ഞത് നമ്മുടെ കൊച്ചച്ഛൻ. കപ്പയും ബീഫും. ഇവിടെ ഒരാൾ സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ച് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായി അമ്മ? ബീഫ് കഴിച്ചില്ലല്ലേ? അപ്പോൾ അപ്പൂസ് പറഞ്ഞു എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. ഇനി വേറെ സജഷൻസ് വല്ലതും ഉണ്ടോ? ആണോ? ഓ, രണ്ടടി പൊങ്ങി. അഭിപ്രായം പറയുന്നത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ, കപ്പയും ബീഫും എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്തേലും ചേരുവകൾ കുറവുണ്ടോ പറ? ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ബീഫ് കറി. പിന്നെ നമ്മുടെ പുതിയ സെഗ്മെൻറ്റ് ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഒരു ഫൺ സെഗ്മെൻ്റാണ്, ഒരു പരീക്ഷണമാണ്, വിജയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതിന് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റിലിടുക നമ്മുടെ ചാനലിൽ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതാണ് മെയിൻ കാര്യം അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിഷസും കിച്ചൺ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ വി ആർ സൈനിങ് ഓഫ്. കൂടെ ഒരു ചെറിയ ബൈ കേൾക്കേണ്ടതാണ്, പുള്ളിക്കാരൻ കാർട്ടൂൺ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.